ഹായ് ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മെഹജബി. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം അങ്ങ് ഈ പ്ലാന്റ് ബോർഡർ പ്ലാന്റായിട്ട് വെച്ചാണ്. ഇതെല്ലാം അങ്ങ് വീതി കൂടി കിളിച്ച് കിടക്കുകയാണ്. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ കരുതി ഇവിടെ കുറച്ച് ചെറിയ ഫ്രൂട്ട്സ് നിൽപ്പുണ്ട്, അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമായിരിക്കും, എന്നാലും ഞാൻ ഒന്ന് കാണിക്കുകയാണ്. ഫ്രൂട്ട്സ് ഇത് നമ്മുടെ സപ്പോർട്ടയുടെ കീഴിലായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഫ്രണ്ടിൽ അതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നു. കുറേ ഇങ്ങനെ നേരത്തെ പിടിച്ചെല്ലാം അടന്നു പോയിരുന്നു. ഞാനിപ്പോൾ ഇതിൻ്റെ തൈ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അടുത്ത മാസം ആകുമ്പോഴത്തേക്കെല്ലാം നല്ല റൂട്ടഡ് ആവും. ഒരു തൈയുടെ വില 50 രൂപയാണ്. അടുത്ത മാസം ഞാൻ ആ ചെറിയുടെ ഇടുന്നുണ്ട്. നമുക്കെല്ലാം കുട്ടികൾക്കെല്ലാം വലുതായിട്ടൊന്നും പടരത്തില്ല. ഇത് നല്ല ഹൈറ്റിൽ പോകത്തില്ല. ചെടിയുടെ കണക്ക് തന്നെ നമ്മുടെ മുറ്റത്തൊരു കോർണർ ഭാഗത്ത് വെച്ചാൽ നല്ല റൗണ്ടിന് വെട്ടിവിടാൻ പറ്റും. നിറയെ ചെറിയ ഫ്രൂട്ട്സും കിട്ടും. കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. പനി ഉണ്ടാകത്തില്ലെന്ന് പറയുന്നേക്കാം. ശരിക്കും ചെറിയൊരു പുളിയും മധുരവും ഉണ്ട്. അതുകൊണ്ട് കഴിക്കാനും നല്ല സൂപ്പറാണ്. കണ്ടില്ലേ, കുറേ പഴുത്തിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾ ഇതിലേ പോകുമ്പോഴെല്ലാവരും കയറി പറിച്ച് കഴിച്ചുകൊണ്ട് പോകുന്നതാണ്. നമ്മൾ ആർക്കും ഇവിടെ നിൽക്കുന്ന ഫ്രൂട്ട്സൊക്കെ പറിച്ച് കഴിക്കാം കേട്ടോ. അത് ആർക്കും എന്ത് ഫ്രൂട്ട്സ് തിന്നാലും എല്ലാവർക്കും പറിച്ചുകൊണ്ട് പോകാം. ഇത് നോക്കി, കിളികളും അതുപോലെ കാക്കകളും ഒരു പേരത്തത്തയുണ്ട്, അതൊക്കെ വന്നിങ്ങനെ പറിച്ച് വിഴുങ്ങുന്നതാണ്. ശരിക്കും ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പം കുറേ കടന്നു പോയി. പിന്നെ ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഇവിടെ ഇരുന്നപ്പം വിചാരിച്ചു ഒന്ന് വീഡിയോ ഇടാം. ഇത് കണ്ട് നല്ല ഭംഗി, അച്ചാറിടാനും നല്ലതാണിത്. ഇതിൻ്റെ പച്ചയുണ്ട്, കുമ്പഴുപ്പനായിട്ട് നിൽക്കുന്നുമുണ്ട്. എന്താ പച്ച കണ്ട, പച്ചയൊക്കെ ഇങ്ങനെ പഴുക്കാറായി വരുന്നുണ്ട്. നല്ല രസമാണ് ഇത് കഴിക്കാൻ. കുട്ടികൾക്കാണിത് ഏറ്റവും ഇഷ്ടം. പുളിയും മധുരമുള്ളതുണ്ട്. കുറേയേറെ ഇങ്ങനെ ഞങ്ങൾ റൗണ്ട് ഷേപ്പിൽ വെട്ടിവിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം മഴ വന്നപ്പോഴത്തേക്ക് കിളിച്ചു. ഇതുണ്ടോ പച്ചയൊക്കെ നിൽക്കുന്നത്. തക്കാളിയുടെ ആപ്പിളിൻ്റെ ഷേപ്പിലാണ്. ഇതിനെ ആപ്പിൾ ചെറിയ. ഇത് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് പൂവിട്ട് കുറേ പൂ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതിങ്ങനെ കൂമ്പിപ്പോരുക. അത്രയിലാകുമ്പോൾ നല്ല വലിപ്പമാണ് ഈ ഫ്ലവറിൻ്റെ. അത്രയിലെടുത്ത ഫോട്ടോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട്. ഈ ഫ്ലവറിൻ്റെ ഇതെല്ലാം കൂമ്പി നിൽക്കുകയാണ്. അത് 10-15 ഫ്രൂട്ട്സ് ഞങ്ങൾ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് 28 ദിവസം ആകുമ്പോൾ ഞങ്ങൾ പറിച്ചെടുക്കും. പഴുക്കും 26 ആകുമ്പോഴത്തേക്കൊരു മീഡിയം പഴുപ്പ്. അന്നേരം കുട്ടികൾക്ക് പറിച്ചെടുക്കുക. ചെറിയ പൊടിയാണ്. നല്ലോണം പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരവുമാണ്. ഇത് രാത്രിയിലെടുത്ത ഫ്ലവറിൻ്റെ ഫോട്ടോസാണ്. കണ്ടിത് ഇവിടുത്തെ പ്ലാവാണ്. ഇത് നിറയെ ചക്കയുണ്ട്. ഇപ്പോഴും ഇഷ്ടംപോലെ ചക്കയുണ്ട്. താഴേന്നേ ഇഷ്ടംപോലെ പിടിക്കും. താഴേന്ന് കുറേയൊക്കെ ഞങ്ങൾ പറിച്ചു മാറ്റി. ഇതിപ്പോൾ നല്ല വിളഞ്ഞിരിക്കുക. ഒരെണ്ണം പിടിച്ചോണ്ട് ഞങ്ങൾ താഴോട്ട് പോയി. അത് പഴുത്തതാണ്. ഇതിങ്ങനെ വെട്ടി കീറിയിട്ട് നല്ല സൂപ്പർ ചക്കയും നല്ല മധുരമുള്ള ചക്കയുമാണ്. വെട്ടിയിട്ട് ഇനി കോഴിക്ക് കൊടുക്കും. ഇനി ഇതുപോലെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ വീഡിയോ അടിക്കാൻ, അല്ലെങ്കിൽ ഇത് വെട്ടി പിളർന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റും ചക്ക. ഇതുണ്ട് ചക്ക. ഇതൊക്കെ വിളഞ്ഞ് നിൽക്കുകയാണ്. കറി വെക്കാനൊക്കെ നല്ല സൂപ്പർ ചക്കയാണ്. ഇതുണ്ട്. ഞാനിത് വിളയുന്നത് വെട്ടി പീസാക്കി. ഇവിടെ ആർക്കും ചക്ക വേണ്ട. ഞാൻ മാത്രം പഴുത്തയായാലും വേവിച്ചതായാലും പച്ചയായാലും കഴിക്കണം. ആർക്കും ചക്ക ഇഷ്ടമല്ല. എൻ്റെ വലിയ മോനും ഇളയ മോനും ഇഷ്ടമല്ല ചക്ക. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പീസാക്കി കോഴിക്ക് കൊടുക്കും. കോഴി കഴിക്കും. ബാക്കിയൊക്കെ ഇങ്ങനെ അടന്നൊക്കെ താഴെ പോവുക. ചിലപ്പോഴെങ്ങാണ് ഇതുപോലെ കറി വെക്കുമ്പം ഇച്ചിരി ഒരു കുഞ്ഞ് ചരുവത്തിൽ ഇച്ചിരിയും കറി വെക്കുമ്പോൾ ഇതുപോലെ ഒക്കെ ഇച്ചിരി കഴിക്കും. നല്ല ഇഷ്ടംപോലെ ചക്ക നിൽപ്പുണ്ട്. മുള്ളാത്തയുടെ ഫ്രൂട്ട്സ് ഒന്ന് കാണാം. ഇതൊക്കെ മുള്ളാത്തയാണ്. മുള്ളാത്തയുടെ ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ നിന്നിട്ടിത് അടന്ന് താഴെ വീഴുകയാണ്. ഇവിടെ ആർക്കും, എനിക്ക് മാത്രമേ ഉള്ളൂ ഇഷ്ടം. ഞാനിച്ചിരി കഴിക്കും. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പറിച്ച് കൊടുക്കും. പിന്നെ വേറെ ആർക്കും അതിൻ്റെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. അതിൻ്റെ ഒരു ചെറിയൊരു ചെവിയുണ്ട് ഇതിന്. അതുകൊണ്ട് ആർക്കും. പക്ഷേ ഇത് കണ്ടോ പഴുത്ത് നിൽക്കുക. താഴെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറിച്ചെടുത്ത് ഇച്ചിരി പഴുത്തെന്നാണ് തോന്നുന്നത്. ഉണ്ട്, പഴുത്ത് ഉണ്ട്. പഴുക്കുമ്പോൾ ഇതിനകത്ത് നല്ല വെള്ളയും നല്ല മധുരമാണ് കേട്ടോ. ഇത് കണ്ട നല്ല മാംസമുള്ള ഭാഗം. തരിയുണ്ട്. അരിയെടുത്ത് ഞാനിങ്ങനെ പറിച്ച് പാകും. അതിൻ്റെ തൈ ഞാൻ ഇവിടെ ഉണ്ട്. ഇപ്പം തീർന്നു ഇതിൻ്റെ തൈ. ഇനി അരിയെല്ലാം കുറച്ച് പാകണം. നമുക്ക് ഈ ഫ്രൂട്ട്സ് കോഴിക്കൊന്ന് കൊടുക്കാം. കോഴിക്ക് വലിയ ഇഷ്ടമാണ്. ചക്ക പഴുത്തതൊക്കെ ഇതുപോലെ മുമ്പേ ഞാൻ കുറച്ച് ചക്ക പഴുത്തത് ഇങ്ങനെ കീറി വെച്ച് കൊടുത്ത് അവരെല്ലാം കഴിച്ചിട്ട് നിൽക്കുക. എന്നാലും കുറച്ച് കഴിക്കും. അവർക്ക് തന്നെ കൊടുക്കാം. മഴ പെയ്യുന്നുണ്ട്. കോഴി കഴിക്കും. കോഴിക്ക് ഇതിനകത്തുനിന്ന് പഴുത്ത് വീഴുന്നതെല്ലാം ഞാനെടുത്ത് ഇങ്ങനെ കൊടുക്കും. കോഴിക്ക് വലിയ ഇഷ്ടമാണിത്. എത്തി നോക്കുന്നുണ്ടോ?
കോഴിക്ക് വെച്ചോടാ. കോഴി നാണ്ടേ ബാ. അവർ തിന്ന് മടുത്ത്. ഈ ചക്കപ്പഴവും ഇതുപോലെ വെച്ചോണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചാൽ അപ്പുറത്തുനിന്ന് ആളുകളും തിന്നും. ഉണ്ടേ, അപ്പുറത്തുനിന്ന് തിന്നും, ഇപ്പുറത്തുനിന്നും കഴിക്കും. എന്നാൽ ഇപ്പുറത്ത് വെച്ച് കൊടുക്കുക. അവർക്കാണ് ഏറ്റവും ഇഷ്ടം. മറ്റവരുടെ വയറ് ഫുള്ളായെന്ന് തോന്നുന്നു. രാവിലെ കുറച്ച് ചക്ക പഴുത്തയൊക്കെ ഇങ്ങനെ വെട്ടി വെച്ച് കൊടുത്തു. ഇവർക്ക് കൊടുക്കാം. കഴിച്ചോ? കണ്ട കഴിക്കുന്നുണ്ട്. ഇവർക്ക് വലിയ ഇഷ്ടമാണ്. വേണ്ട, ഈ കുഞ്ഞിക്കോഴിയെ കണ്ട, ഈ കുഞ്ഞിൻ്റെ കാലിലൊക്കെ പാൻസ് പോലെ ഇങ്ങനെ പാൻറ്റിട്ടതുപോലെ രോമം, ഇതുപോലെ വെള്ളയും ഉണ്ടായിരുന്നു. അങ്ങനെ പട്ടി പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ മുള്ളാത്ത ഫ്രൂട്ട്സ് കോഴി തിന്നുകയാണ്. ഇതിൽ നിന്ന് പഴുക്കുന്നത് നമ്മൾ പറിച്ചാലും ഈ കോഴിക്ക് കൊടുക്കും. അല്ലാതെ വല കെട്ടി പറിക്കുന്നതൊക്കെ ഉപയോഗിക്കും. നിന്ന് പഴുക്കുന്നതുകൊണ്ട് വല്ലതും തൊട്ടോ കാക്ക കുത്തിയൊന്നും അറിയാൻ പറ്റത്തില്ല. ഇത് കാക്കയൊന്നും കുത്തിയിട്ടില്ലായിരുന്നെങ്കിലും ഞാനിങ്ങോട്ട് പറിച്ച ഉടനെ തന്നെ അങ്ങ് ഇളകി. അന്നേരം പഴുത്ത് നിന്നതല്ലേ, അതുകൊണ്ട് കോഴിക്ക് കൊടുക്കും. താഴെ വീഴുന്ന ഇത് കണക്ക് കോഴികൾ കഴിക്കും. ചക്ക ഇവർക്ക് കൊടുക്കാനായിട്ട് കയറിയത്. അപ്പോഴത്തേക്ക് ഒരു ചക്കയുടെ പുറത്ത് കയറി നിന്നിട്ട് ചക്ക വലിച്ച് കഴിക്കുന്നു. ഇതെല്ലാം ഫാഷൻ ഫ്രൂട്ടാണ്. ഫാഷൻ ഫ്രൂട്ട് ഇതെല്ലാം ഫാഷൻ ഫ്രൂട്ട്. ഇത് കുറച്ച് പിടിച്ച് നിൽക്കുന്നത് കാണാം. ഇത് ഫാഷൻ ഫ്രൂട്ട് പിടിച്ച് നിൽക്കുന്നു. കുറേ നിപ്പുണ്ട്. വള്ളികളുടെ ഇടയ്ക്കൊക്കെ ആയിട്ടിങ്ങനെ പിടിച്ച് കിടക്കുകയാണ് ഫാഷൻ ഫ്രൂട്ട്. കുറച്ചേറെയുണ്ട്. ഇത് പൂച്ചവാലൻ ചെടിയാണ്. ചില സ്ഥലത്തൊക്കെ പറയും കുരങ്ങുവാലൻ. നല്ല ഫ്ലവറാണ് ഇതിൻ്റെ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. അതായത് 2 മണി മുതൽ നാളെ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇൻഷാ അല്ലാഹ് ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വരും. ഇനി കുറേ ഫ്ലവർ മേക്കിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. പാഴ്വസ്തുക്കളായ, അതായത് നമ്മുടെ വേസ്റ്റ് തുണിയിൽ നിന്നുമൊക്കെയുള്ള. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.